മനുഷ്യന് എന്തുകൊണ്ടാവും ഇത്ര പേടിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർ ഇത്ര ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്ന വേറൊരു ജീവിയും ഇല്ല എന്ന് പറയുന്നതാവും ശരി. എന്തുകൊണ്ടാവും ഇതൊക്കെ? എപ്പോൾ മുതലാണ് പാമ്പ് അല്ലെങ്കിൽ നാഗം ചില മതസ്ഥരുടെയൊക്കെ ആരാധനാമൂർത്തിയായത്? പൊതുവെ പാമ്പുകളെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളില്ലേ? പലതിനും ഇന്നും നമുക്ക് ഉത്തരവുമില്ല. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം തിരിച്ചിറക്കുന്നത് മുതൽ പുറ്റുകളിലെ താമസം വരെ പാമ്പ് വർഗത്തിനെ കുറിച്ച് മനുഷ്യന്മാർക്കിടയിൽ പ്രചരിക്കുന്ന കഥകളാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലെ സത്യാവസ്ഥ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനൊക്കെയുള്ള ഉത്തരമാണ്. പൊതുവെ നമുക്ക് നാഗം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മൂർഖൻ പാമ്പിനെ ആയിരിക്കുമല്ലോ. മൂർഖൻ പാമ്പിനെ കുറിച്ചുള്ള അത്ഭുതകരമായ ചില കാര്യങ്ങളും നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പാമ്പുകൾ പൊതുവെ എല്ലാവർക്കും പേടിയുള്ള ഉരകജീവിയാണ്. പേടിയോടൊപ്പം തന്നെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ജീവിയുമാണ് പാമ്പ്. വിഷമുണ്ടായാലും ഇല്ലെങ്കിലും പാമ്പിനോടുള്ള മനുഷ്യന്റെ ഈ ഭയം മനുഷ്യ പരിണാമ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. ആന്റി സ്നേക്ക് വെനം കണ്ടെത്തുന്നതുവരെയും പഴയ കാലത്ത് ലോകത്തെങ്ങും വിഷപ്പാമ്പുകളുടെ കാര്യമായ കടി കിട്ടിയവരിൽ ഭൂരിഭാഗവും മരിച്ചിട്ടുണ്ട്. വിഷപ്പാമ്പുകൾ എണ്ണത്തിൽ കുറവും കടിച്ചാൽ തന്നെ പലതും കാര്യമായ അളവിൽ വിഷം കയറാത്ത ഡ്രൈ ബൈറ്റുകളും ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ലോകത്തെങ്ങുമുള്ള വിഷവൈദ്യന്മാർ ചികിത്സ നടത്തിക്കൊണ്ടേയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പച്ചമരുന്നുകളും ഒറ്റമൂലികളും അത്ഭുത പാരമ്പര്യ ചികിത്സകളുമെല്ലാം നാടുകളിലും ഉണ്ടായിരുന്നുവെങ്കിലും വിഷപ്പാമ്പിന്റെ കടി കിട്ടിയവരൊക്കെ മരിച്ചുകൊണ്ടേയിരുന്നു. മരിച്ചതൊക്കെ വൈകി എത്തിയതിന്റെയും കാലക്കേടിന്റെയും ഭാഗ്യക്കേടിന്റെയും ദശാകുറ്റത്തിന്റെയും ഒക്കെ വരവിൽപ്പെടുത്തി. അതേസമയം രക്ഷപ്പെട്ടത് വിഷപ്പാമ്പിന്റേതല്ലാത്ത കടിയും വിഷം കയറാത്ത കടിയും ഇതൊക്കെ ചികിത്സിച്ച വൈദ്യന്മാരുടെ കഴിവുമായി പരിഗണിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത്, മരണഭയം തന്നെയാണ് പാമ്പുകളെ ആരാധിക്കുന്നതിൽ മനുഷ്യരെത്തിച്ചത്. ഏതെങ്കിലും ഒരു ജീവിയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ഭയ അന്ധവിശ്വാസങ്ങൾ ലോകത്തൊരിടത്തും ഇല്ല. പല സംസ്കാരങ്ങളിലും മതവിശ്വാസങ്ങളിലും പുരാണ ഇതിഹാസ കഥകളിലും പാമ്പ് പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ശിവന്റെ കഴുത്തിലെ വാസുകി മുതൽ വിഷ്ണുവിന്റെ ശയ്യയായ ശേഷനാഗവും വരെ പല പാമ്പുകൾ ഹിന്ദു പുരാണങ്ങളിലുണ്ട്. എന്നാലും സർപ്പം, നാഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരൊറ്റ പാമ്പ് മാത്രമാണ്. അതാണ് മൂർഖൻ പാമ്പ്. ഇന്ത്യൻ കോബ്ര എന്ന പേരുള്ള നമ്മുടെ മൂർഖൻ നാജ നാജ എന്ന ശാസ്ത്രനാമത്തിലുള്ള പാമ്പുകളുടെ കൂട്ടത്തിലെ ഭീകരനാണ്. എല്ലാ മൂർഖൻ ഇനങ്ങളിലും ഭയപ്പെടുമ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ശക്തിയായി ചീറ്റി ശബ്ദം പുറപ്പെടുവിക്കും. അപകട സാന്നിധ്യത്തിൽ പെട്ടാലും അവ വളരെ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട്. ഇവ തലഭാഗം മൊത്തമായി നിലത്ത് നിന്ന് ഉയർത്തി തലയുടെ താഴെ ഭാഗം വീതിയാക്കി ഫണമാക്കി നിൽക്കും എന്നതാണ് മൂർഖന്റെ മാസ്റ്റർ പീസ് പ്രകടനം. കൂടുതൽ വലിപ്പം തോന്നിച്ച് എതിരാളിയെ ഭയപ്പെടുത്താനും ആ തക്കത്തിന് രക്ഷപ്പെടാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടത്തരം വലിപ്പമുള്ള കണ്ണുകളിൽ കൃഷ്ണമണി വൃത്താകൃതിയിലാണ്. എലികളുടെയും അതുപോലുള്ള റോഡന്റുകളുടെ മാളങ്ങൾ, ദ്വാരങ്ങൾ, കല്ലിടുക്കുകൾ മറ്റുമാണ് ഇവയുടെ വാസസ്ഥലം. ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന പുറ്റുകൾ പാമ്പുകളുടെ വീടുകളാണ് എന്ന ഒരു ധാരണയിൽ ചിതൽ പുറ്റുകളെ പാമ്പിൻ പുറ്റ് എന്ന് ചിലരെങ്കിലും വിളിക്കാറില്ലേ? പാമ്പുകൾ സ്ഥിരതാമസത്തിനായി ഈ മൺവീട് ഉപയോഗിക്കുമെന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. നാഗസ്ഥാനങ്ങളായി പല കാവുകളിലും ഇടം പിടിക്കുന്നത് ചിതൽ പുറ്റുകളാണ്. പാലും നൂറും അവിടെ നേർച്ച സമർപ്പിക്കുന്നവരുമുണ്ട്. നാട്ടുംപുറങ്ങളിലെ പഴയ പറമ്പുകളിൽ ഇത്തരം പുറ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു. ചില പാമ്പുകൾ ഒരേയിടത്ത് തന്നെ തലമുറകളായി അവരുടെ ടെറിട്ടറിയായി കണക്കാക്കി താമസിക്കുകയും ഭക്ഷണം തേടി തിരിച്ച് അവിടേക്ക് തന്നെ വരാറുമുണ്ട്. പൊതുവെ വീണയിടം വിഷ്ണുലോകം തന്നെയാണ് ഇവരുടെ ശീലം. ഇരകൾ കൂടുതൽ കിട്ടുന്ന, ശത്രുക്കളുടെ മുന്നിൽ പെടാതെ ഒളിച്ചു കഴിയാൻ സാധിക്കുന്ന, ശരീര ശീതനിലയെ സഹായിക്കുന്ന ഇടങ്ങളിൽ സഞ്ചരിക്കും, ഇര തേടും. പിന്നെ മറ്റൊരു കാര്യം അറിയാമോ? ഈ പാവത്താൻ പാമ്പിന് നമ്മളെക്കാളേറെ ശത്രുക്കളുണ്ട്. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ മാളങ്ങളിൽ ഒളിക്കും, അത്ര തന്നെ. സ്വന്തമായി മാളം ഉണ്ടാക്കാനൊന്നും ഇവന്മാർക്ക് പറ്റില്ല. സ്വാഭാവിക വിടവുകൾ, പെരിച്ചാഴി മുതൽ മുള്ളമ്പന്നി വരെ പലതരം ജീവികൾ തുരുന്ന മാളങ്ങൾ, ഇവയൊക്കെ അതാത് സമയത്ത് രക്ഷപ്പെടാൻ ഒളിവിടമായി ഉപയോഗിക്കും. ചിതൽപുറ്റുകളും അതുപോലെ ഒരു ഒളിക്കുന്ന സ്ഥലം മാത്രമാണ്. അതേസമയം തന്നെ ചിതലുകൾ ഉപേക്ഷിച്ച ചിതൽപുറ്റിലെ ഇവർ കയറിക്കൂടാറുള്ളൂ. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കുന്ന സംഭവം ഉള്ളതാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ വല്ല അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞാൻ എന്തായാലും എൻ്റെ അറിവിലുള്ള കാര്യം പറയാം. വിഷം തിരിച്ചിറക്കാൻ വരുന്ന പാമ്പിന്റെ വരവ് സിനിമാറ്റിക് ദൃശ്യമായി സങ്കല്പിച്ച് നോക്കാൻ നല്ല രസമാണ്. മകുടിയുടെ ശബ്ദം കൂടി ബാക്ക്ഗ്രൗണ്ട് സ്കോറായി ഉണ്ടായാൽ അത് അടിപൊളിയായി. പത്തിയൊക്കെ വിടർത്തി കടി കിട്ടിയ ആളെ ഒന്നുകൂടി ആഞ്ഞു കൊത്തി പല്ല് കയറ്റി ജ്യൂസ് സ്ട്രോ വെച്ച് വലിച്ച് വായിലെടുക്കും പോലെ വിഷം മാത്രമായി ചോരയിൽ നിന്നും വലിച്ചെടുത്ത് എല്ലാവരെയും പ്രത്യേകമായി ആ വിഷവൈദ്യനെ ഒന്ന് ഇരുത്തി നോക്കി സ്ലോ മോഷനിൽ ഒരു തിരിച്ചുപോക്ക്. പോകുന്ന പോക്കിൽ മിനക്കെടുത്തിയതിന്റെ ദേഷ്യത്തിന് തൊഴുത്തിന്റെ തീയിടലും കുടുംബത്തിലെ ഭാവി അംഗങ്ങൾക്കടക്കം പാണ്ടും എന്തിനാ
വിഷഭീതിന് ബുദ്ധിമാന്ദ്യം വരെ സമ്മാനിച്ചാണ് പാമ്പ് പോവുക. എന്നിട്ടും ഇങ്ങനെ പാമ്പുകളെ വരുത്തി കടുങ്കൈകൾ ചെയ്ത മഹാനുഭാവന്മാരായ വിഷവൈദ്യന്മാർ ഇവിടെ ജീവിച്ചിരുന്നു എന്നും പറയുന്നവരുണ്ട്. നാഗങ്ങൾ അവയുടെ ഫണത്തിന് മുകളിൽ നാഗമാണിക്യം കരുതി വെക്കുമെന്നും അത് കൈക്കലാക്കിയാൽ ഐശ്വര്യവും വരും എന്നും വിശ്വസിക്കുന്നവർ കേരളത്തിലുണ്ട്. ഒരു LED ബൾബും ബാറ്ററിയും മീൻഗുളികയുടെ അടിയിൽ പഞ്ഞിയിൽ ഒളിച്ചു വെച്ച് കാണിച്ച് നാഗമാണിക്യത്തിന് അഡ്വാൻസായി കോടികൾ വാങ്ങി മുങ്ങിയ ബിരുദന്മാരുടെ വാർത്ത അത്ര പഴയതല്ല. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും വിട്ടുപോവുകയുമില്ല. തീർച്ചയായും ഇതൊക്കെ വെറും അന്ധവിശ്വാസത്തിന്റെ ഒരു ഒന്നാന്തരം ഉത്തമ ഉദാഹരണം മാത്രമാണ്. സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ഇതൊക്കെ കൊള്ളാം. അതൊക്കെ മാറ്റിവെച്ചാൽ ഈ പാമ്പുകൾ ഭൂമിയുടെ അവകാശികളായി ഇവിടെ ജീവിച്ച് മരിക്കുന്ന സാധുക്കളാണ്, അല്ലാതെ സൂപ്പർ പവർ ഒന്നും ഇവർക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.